ഹായ് വെൽക്കം ടു മാറ്റ്കം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിങ്ങുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഡൈസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ടോപ്പിക്ക് SSC എക്സാമിനേഷൻ, RRB എക്സാമിനേഷൻ, വേരിയസ് സ്റ്റേറ്റ് PSC എക്സാമിനേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈസുമായി ബന്ധപ്പെട്ട് വേറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിങ്ങുമായി ബന്ധപ്പെട്ട് ക്ലാസ് 10, +1, +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ടോപ്പിക്കുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും വീഡിയോസ് അവൈലബിൾ ആണ്. ചെക്ക് ചെയ്ത് നോക്കുക. ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കസിൻസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ വിൽ ഗോ ടു ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഒരു ഡൈസിൻ്റെ രണ്ട് ഡിഫറെൻറ്റ് പ്രപ്പോസിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് 1ഉം 5ഉം 2ഉം അഡ്ജസൻറ്റ് ഫേസസ് ആണ്, 2ഉം 6ഉം 4ഉം അഡ്ജസൻറ്റ് ഫേസസ് ആണ്. We need to find out the numbers on the opposite faces of the dice. നമുക്കറിയാം, ഒരു ഡൈസിനെ സംബന്ധിച്ചിടത്തോളം 6 ഫേസ് ഉണ്ട്. 6 ഫേസിലെ നമ്പറുകൾ 1 മുതൽ 6 വരെയുള്ള ഡിഫറെൻറ്റ് നമ്പറുകളാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, തന്നിരിക്കുന്ന പ്രപ്പോസിഷനിൽ എവിടെയെങ്കിലും കോമൺ നമ്പർ ഉണ്ടോ എന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യനകത്ത് 2 കോമൺ ആണ്. സോ അങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഏതെങ്കിലും ഒരു സെറ്റിനെ അതേപടി താഴോട്ട് എഴുതുക. സോ യു വിൽ ബി ഗെറ്റിംഗ് 2, 1, 5. ഇനി രണ്ടാമത്തെ പ്രപ്പോസിഷനിൽ നോക്കാം. ഈ പ്രപ്പോസിഷനിൽ ഇതിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്താലാണോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്താണോ ആദ്യത്തെ സെറ്റിന്റെ 2 ഇരുന്ന അതേ ഓറിയന്റേഷനിൽ രണ്ടാമത്തെ സെറ്റും വരിക നോക്കാം. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ബി ഗെറ്റിംഗ് 2, 4, 6. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്യാം. ചെയ്യുമ്പോൾ എന്ത് മനസ്സിലാവും? 4ഉം 5ഉം ഓപ്പോസിറ്റ് ആണ്, 1ഉം 6ഉം ഓപ്പോസിറ്റ് ആണ്. സോ 4 and 5 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആയിരിക്കും. 1ഉം 6ഉം ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആയിരിക്കും. പിന്നെയുള്ള നമ്പർ ഏതാണ്? 2. വേറെ മിസ്സിംഗ് നമ്പർ ഏതാണ്? 3. അപ്പം ഡൈസിനെ സംബന്ധിച്ചിടത്തോളം 4ഉം 5ഉം ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ, 1ഉം 6ഉം ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ, 2ഉം 3ഉം ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റിനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ക്ലാരിഫിക്കേഷൻ ആവശ്യമാണെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. അതുപോലെ വേറെ ഏതെങ്കിലും ഒരു ക്വസ്റ്റിന്റെ സൊല്യൂഷൻ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ കൂടി കമന്റ് ചെയ്യുക. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ടു ദിസ് പർട്ടിക്കുലർ വീഡിയോ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്, കീപ് വാച്ചിങ്, കീപ് learning. Thanks for watching.